ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്രീമി ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഉണ്ടാക്കാൻ വലിയ മെനക്കെടുവില്ല. നമുക്ക് മസാലയൊന്നും വഴറ്റി അങ്ങനെ അധിക സമയമൊന്നും കളയണ്ട. അപ്പോൾ ഈ റെസിപ്പീൻ്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് കൂടെ കാണിക്കുന്നുണ്ട്. എല്ലാവരും അതുവരെ കാണുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം തന്നെ ഒരു ക്രീമി ആയിട്ടുള്ള സോസാണ് വേണ്ടത്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ബട്ടറാണ് ഇതിന് വേണ്ടത്. ബട്ടർ ഇല്ലാത്തവർ നെയ്യ് എടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ എടുത്താലും മതി. അപ്പോൾ നെയ്യിൻ്റെ കുത്തുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നെയ്യ് എടുത്തു എന്ന് വിചാരിച്ച്. അപ്പോൾ അത് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവും ഗോതമ്പിൻ്റെ. അപ്പോൾ അത് ചേർത്ത് ഒരു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വരും, ഒന്ന് പതഞ്ഞ് വരും. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 1 മിനിറ്റും കൂടി ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. 1 കപ്പ് പാലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തിക്കാവും, കാരണം നമ്മൾ മൈദ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സോസാണ് ഇത്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതേ ഇത് നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെങ്കിൽ കുറയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് നല്ല കട്ടിയിൽ തന്നെ വേണം ചെയ്തെടുക്കാൻ, കാരണം നമുക്കിത് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ നല്ലപോലെ കുറച്ചിട്ടുണ്ടാവണം, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കുഞ്ഞു സവാള നമ്മൾ നന്നായിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് ക്യാബേജാണ്. അത് നമ്മൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം 2 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ബീഫിലും ചെയ്യാം. ചിക്കൻ ഞാൻ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്തതാണ്. അപ്പോൾ 2 കപ്പ് ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് സ്പൈസി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഇത് ഞാൻ 1-2 മിനിറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായി. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയും മതി. കുറച്ച് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനത് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളിത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബ്രെഡിൻ്റെ പീസ് വെക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം മസാല ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മസാല കുറച്ച് കൂടുതലുണ്ട്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് ലൂസായി പോയതെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതേ നമ്മൾ മസാല വെച്ചു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേറൊരു ബ്രെഡിൻ്റെ പീസും കൂടി വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് മസാല വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതേ ഞാനിതൊരെണ്ണം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിതല്ലാതെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മസാല ഒരുപാട് അങ്ങ് പുറത്തോട്ട് പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കാൻ നോക്കുക. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. ഇനി നമ്മളിത് മുക്കിയെടുക്കാനായിട്ട് ഇവിടെ 2 മുട്ടയും അതേപോലെ തന്നെ 1/4 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മുട്ട മാത്രമായിട്ടും എടുക്കാം. പാൽ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് മുട്ടയുടെ കൂട്ടിലൊന്ന് നന്നായിട്ട് മുക്കി കൊടുക്കുക. സൈഡൊക്കെ നന്നായിട്ട് മുക്കണം. അതിനുശേഷം നമ്മൾ ബ്രെഡ് പൊടിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ 2 തവണ നന്നായിട്ട് ബ്രെഡിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ തവണ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. കാരണം നമുക്ക് സൈഡ് നന്നായിട്ട് കോട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 തവണ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതേ ഞാൻ ബ്രെഡ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്നും കൂടി മുട്ടയ്ക്കകത്തോട്ട് ഒന്ന് മുക്കി കൊടുക്കുക. അപ്പോൾ അതേ ഞാൻ മുട്ടയിൽ മുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒന്നും കൂടി മുക്കണ്ടെങ്കിൽ സൈഡ് മാത്രമായിട്ട് മുട്ടയിൽ മുക്കിയെടുത്താലും മതി. അപ്പോൾ ഒരുപാട് മുട്ടയും പാലും നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ നന്നായിട്ട് ഞാൻ രണ്ടാമത് ഇതേ ബ്രെഡ് ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു സൂപ്പർ ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുക. കാരണം 2 കോട്ടിങ് വരുന്നുണ്ട് ബ്രെഡിൻ്റെ. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഒരുപാട് മുങ്ങിക്കിടക്കണ അത്ര ഓയിൽ വേണമെന്നില്ല. 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള ഓയിൽ മതി. അപ്പോൾ ഇതൊരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കാം. കാരണം ഒരുപാട് ചൂടുള്ള സമയത്ത് ഇട്ട് കൊടുക്കരുത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇതേപോലെ ഓയിലൊന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മറിച്ചിടുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് കിട്ടും. കാരണം ഒന്നും നമുക്ക് വേവിക്കാനില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതേ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കണം. നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനൊന്നും ആവശ്യമില്ല. മയണൈസ് ഒന്നും വേണ്ട. ചുമ്മാ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ടായിരിക്കും. ഇതിൻ്റെ ഫില്ലിംഗ് ഒരു അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതൊരെണ്ണം കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതേ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിവിടെ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറേ ദിവസമായി എനിക്ക് അയച്ചു തന്നിട്ട്, പക്ഷേ എനിക്കത് പൊളിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെനിക്ക് അയച്ചു തന്നിട്ടുള്ളത് കണ്ണൂരിൽ നിന്നാണ്. അവർ മെഹന്തി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മെഹന്തി എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോസിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ മെഹന്തി ഉണ്ട്. അപ്പോൾ അത് ഞാൻ അവർ തന്നിട്ടുള്ള മെഹന്തിയാണ് കേട്ടോ. കയ്യിൽ നെയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഇതിനകത്തൊരു ടോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് അയച്ചു തന്നിട്ടുള്ളത് ഫാനിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഉമ്മ അടിച്ചിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ ഡിസൈനൊക്കെ ആ ഒരു ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് ഫാനിഷയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ഡിസൈനും കൂടി നമ്മുടെ ആ ഒരു ലോഗോയൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം കൂടി അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദിയാൻസ് കണ്ണൂർ കിച്ചൻ എന്നുള്ള പേരൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ത്രെഡ് വർക്കാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇതൊക്കെ സർപ്രൈസ് ആയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതേ ഇതാണ് നേരിട്ടുള്ള സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് അത് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് മെഹന്തി ഓപ്പൺ ചെയ്ത് നോക്കാം. ചെറിയൊരു ബോക്സിനകത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ഇടാറുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നെയിൽ കോൺസ് ആണ് കൂടുതൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഇതാണ് അവരുടെ മെഹന്തി എന്ന് പറയുന്നത്. ഫൗസ് ഓർഗാനിക് ഹെന്ന. ഇതിനകത്ത് തന്നെ കോൺടാക്റ്റ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ആ ഒരു മൈലാഞ്ചിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ഫോട്ടോ ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ബിഗ്നേഴ്സിന് ഇത് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആവശ്യമുള്ള ഇതിൻ്റെ ആ ഒരു സെറ്റ് മൊത്തമായിട്ടും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് നെയിലിൽ ഞാനിപ്പം മെഹന്തി ഇട്ടിട്ടുള്ളത്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല കളർ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു മെഹന്തിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ സ്ഥിരമായിട്ട് നെയിലിൽ മെഹന്തി ഇടാറുണ്ട്, ശർക്കര മൈലാഞ്ചി. അപ്പോൾ അതേപോലെ തന്നെ അത്രയും നല്ല കളറൊക്കെ നമുക്കിത് ഒരു വട്ടം ഇടുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഒരു കളർ കാണിക്കാൻ വേണ്ടി കൈൻ്റെ അകത്തിട്ടിട്ടുണ്ട്. എനിക്ക് മൈലാഞ്ചി ഇടാൻ ഒട്ടും അറിയില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഫോട്ടോ ഒക്കെ നോക്കി ഇട്ടതാണ്. അവർ കളിയാക്കരുത്. കാരണം ഞാൻ അങ്ങനെ ഇടാറില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇട്ടതാണ്. അപ്പോൾ നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കളർ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഈ മെഹന്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അവർ കേരളത്തിൽ മൊത്തമായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഫോൺ നമ്പറിലൊന്ന് വിളിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.